ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വേൾഡാണിത്. നമുക്ക് നോക്കാം വില്ലേജ് ഞാൻ എടുത്തുണ്ടാവുമെന്ന്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോക്കി നോക്കാം. ട്രീ കട്ട് ചെയ്യണം. പിന്നെ വില്ലേജ് ആദ്യം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ട്രീ കട്ട് ചെയ്യാം. വില്ലേജ് എവിടെയെങ്കിലും ഉണ്ടാവും. അതേ കിട്ടി. വില്ലേജ് കിട്ടിയേ. എന്നാൽ ആദ്യം വില്ലേജ് പോവാം. അത്യാവശ്യം വലിയ വില്ലേജാ. ലൂട്ടുണ്ടായാൽ മതിയായിരുന്നു. വില്ലേജേഴ്സിനെ കാണാം. നമുക്കൊരു പെട്ടുമ്മ പോയിട്ട് റീസ്പോൺ പോയിന്റ് എന്തായാലും സെറ്റാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ. ഞാൻ പിന്നെ ഭയങ്കര നൂബാ, എനിക്ക് കളിക്കാനൊന്നും അറിയില്ല. പഠിച്ചു വരുന്നുള്ളൂ. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ലൂട്ടൊന്നും കാണാനില്ലല്ലോ. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ. ഹേബലെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് ആദ്യം ബ്രെഡ് ഉണ്ടാക്കി ഫുഡ് സോഴ്സ് സെറ്റാക്കാം. അങ്ങനെ ഹേബൽ കിട്ടി. നമുക്ക് നേരെ വല്ല വീടെടുക്കാം. വില്ലേജർ ഹായ്. ഹലോ. നമുക്ക് ഒരു വീട് നമ്മളാക്കി എടുക്കാം. വില്ലേജറൊക്കെ പിന്നെ പണിതോളും. കയറാൻ പറ്റും. കയറോ. ഇത് വേണ്ട, ഇത് രസമില്ല. ഈ വീട് നല്ല രസമുണ്ട്. വീട് തന്നെ ഞാൻ എടുക്കും. വേറെ വല്ല ലൂട്ടുണ്ടോയെന്ന് നോക്കട്ടെ ജസ്റ്റ്. ഇല്ല, ഓടുന്നില്ല. എന്തായാലും വുഡ് കളക്ട് ചെയ്യാൻ അങ്ങോട്ട് പോകണേക്കാട്ടും ഭേദം ഇവിടുന്ന് കുറച്ച് ലോഗ് എടുക്കാം. നാല് ലോഗും കളക്ട് ചെയ്യാം. എന്നാൽ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം വീട്ടിൽ പോയിട്ട്. ഈ ഹെബൽ നമ്മുടെ ഇതെല്ലാം എൻ്റേതാ. ഇതും എൻ്റേത്. തീരട്ടെ. നമുക്ക് അയ്യൺ കുളത്തിന് കൊന്ന് നമുക്ക് ആദ്യം അയ്യൺ എടുക്കാം. ആദ്യം പക്ഷെ വെപ്പണില്ല എൻ്റെ കയ്യിൽ കൊല്ലാൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൈ കൊണ്ട് കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം. വീണാൽ ഞാൻ ചത്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഡാമേജ് കുറച്ചെടുക്കണല്ലോ. ചാവോ? അയ്യോ. ഓട്. അയ്യോ. ഹായ്. ഇപ്പം ഞാൻ ചത്തുപോയനെ വീണ്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര നൂബാ. കളിക്കാനൊന്നും അറിയില്ല. അയ്യോ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. അങ്ങനെ വയ്ക്കാം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വല്ല ടിപ്സും ട്രിക്സും എങ്ങാനും ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര നൂബാണ്. അപ്പോൾ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. പ്ലീസ് ഹെൽപ്പ്. അതേപോലെ ബാക്കി കളക്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി ചെസ്റ്റ് വേണമല്ലോ. സാരി കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ. ഫുഡ് സെറ്റ്. അതേ അയൺ കൊല്ല. എന്നെ തട്ടിയാൽ ഞാൻ ഒറ്റയടിക്ക് ചാവല്ലോ. വേഗം കൊന്ന് എനിക്ക് അയൺ വേണം. ഫുഡ് കൊല്ല. കുറച്ച് അയൺ കിട്ടും.
കൊല്ലടാ. ചവ് 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 ചവ്. ഞാൻ ഇവനെ കൊല്ലേണ്ട ടൈം കൊണ്ട് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊല്ലാ. ചാവടാ. ചവ് 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 ചവ്. കോളം. എത്ര കിട്ടിയോ? തേമി കിട്ടി. 5. ലക്ക്. എന്തായാലും ഈ ബുട്ട് അങ്ങോട്ട് കളക്ട് ചെയ്തേക്കാം. നമ്മുടെ ഇത് ബേസൊന്നുമല്ല ശരിക്കുള്ള, ജസ്റ്റ് നമുക്കിപ്പോൾ സ്റ്റേ ചെയ്യാൻ അത്രേ ഉള്ളൂ. ഈ ബുട്ട് കളക്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് പ്ലാങ്ക് ആക്കണം. ഉണ്ടാക്കി ജസ്റ്റ് ബാക്കി നമുക്കൊരെണ്ണം പിക്കാക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കണം. അവിടേക്കാം സ്റ്റിക്കായി നമുക്കൊരു പിക്കാക്സ്. ഓക്കെ, അയണോണ്ട് അത്യാവശ്യമുള്ള സാധനമാണ് പിക്കാക്സ്. നമ്മൾ ഈ എപ്പിസോഡ് വിചാരിക്കുന്നത് നമുക്ക് ഒരു സ്റ്റാർട്ടർ പീസ് പോലെ എന്തെങ്കിലും ചെറുതായി സെറ്റാക്കാം, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്റ്റോൺ ഏജിലേക്ക് മാറാൻ ഒരു കോപ്പറിൻ്റെ ആർമറും ആക്കണം ഫുള്ളായിട്ട്. കോപ്പർ കിട്ടാനൊക്കെ എളുപ്പം, ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. ആദ്യം സ്റ്റോൺ ഏജ് ആയിട്ട് നമുക്ക് കോപ്പറിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. കുറച്ച് സ്റ്റോൺ ഇവിടെ നിന്ന് കിട്ടും. കോളുണ്ടെങ്കിൽ കോളും വേണം. കോള് നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ഫർണൈസ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ഇതേ ക്വാളിറ്റി ഞാൻ പറഞ്ഞുള്ളൂ, കിട്ടി. ലക്കുണ്ട്. ഈ കോൾ ഫുള്ള് മൈൻ ചെയ്തെടുക്കാം. ഇങ്ങനെ കോളും കിട്ടി. കുറേ ഉണ്ടല്ലത്. ക്വാളിറ്റി ചായൻ. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അയൻ കിട്ടിയില്ലേ. നമുക്ക് നല്ലയിടത്ത് പൈസയിലേക്ക് പോവാം. വീട്ടിൽ പോവാം. എത്തി. നമുക്ക് ഫസ്റ്റ് ഒരു ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ സ്റ്റിക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു പിക്കാക്സ്, ഒരു ഷവർ ഉണ്ടാക്കി ഒരു പിക്കാക്സ് ഉണ്ടാക്കണം, ഒരു ഹോ ഉണ്ടാക്കണം. കാരണം നമുക്ക് ഈ അയൺ പിക്കാക്സ് എടുത്ത് വയ്ക്കാം, അതധികം യൂസ് ചെയ്യണ്ട. ഫസ്റ്റ് അയൺ അധികം യൂസ് ചെയ്യണ്ട. ആദ്യം മൈനിങ്ങിന് പോയിട്ട് നമ്മൾ ആർമറൊക്കെ സെറ്റാക്കിയിട്ട് അയൺ പിക്കാക്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ എങ്ങനെയാണ് കോപ്പറിൻ്റെ ഇത് കണ്ടുപിടിച്ച് കോപ്പർ ആർമർ ഫുള്ളാക്കണം. ഈ എപ്പിസോഡിൽ കോപ്പർ ആർമറും ഷീൽഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 എണ്ണില്ലേ, അത് ഉപയോഗിച്ചുണ്ടാക്കും. പിന്നെ ഷിയേഴ്സ് അത് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം. രാത്രി കിടക്ക്. ഓക്കെ, കോൾ വയ്ക്കാം. അയൺ മെൽറ്റ് ചെയ്യാം. എന്നിട്ട് അയൺ ഇൻകട്ട് എടുത്തിട്ട് നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടി നമുക്ക് കുറേ ഓക്ക് പ്ലാങ്കൊക്കെ വേണ്ടേ. അയ്യോ, കൊല്ലി. ഒന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എനിക്കൊരു പോ കിട്ടിയിട്ട് അപ്പം ചെയ്തൊക്കെ വർക്കിങ് എടുത്ത് വയ്ക്കാം. നമുക്ക് നോട്ടൊക്കെ കറക്റ്റ് അല്ലേ. എനിക്കിഷ്ടപ്പോ യൂസ് ചെയ്യാൻ. നമ്മൾക്ക് ഇപ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കണമല്ലോ. ചെസ്റ്റ് ഒരെണ്ണം കിട്ടി. അവിടെ നമുക്ക് ഉണ്ടാക്കാം.
ചെസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ അവിടെ വയ്ക്കാം. എന്നിട്ട് സാധനം കൊണ്ട് വയ്ക്കുക. പ്ലേസ് പ്ലേസ് മറ്റ് സാധനങ്ങളൊക്കെ ഹെയർ വേണ്ട, എയർ വേണ്ട, കോൾ സ്റ്റോൺ ഇപ്പോൾ യൂസ് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞു ടോർച്ച് വേണം, ഇത് കളയുക. ഓക്കെ, ഒക്കെ അവിടെ ഇരുന്നോട്ടെ, പിന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്രീപ്പർ ചത്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു നൂബാ, ഞാൻ പഠിക്കണുള്ളൂ, എനിക്കങ്ങനെ കളിക്കാനൊന്നും അറിയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ചത്തൂലേ, എന്ത് കഷ്ടമാണ്. നല്ല ഐറ്റം കിട്ടിയെന്ന് വിചാരിക്കും. ഭാഗ്യം നമ്മുടെ ഐറ്റംസൊക്കെ ചെസ്റ്റിൽ വെച്ചത്. ഓക്കെ, അതേ പിക്കാക്സ് എടുക്കണം, അതും കൂടി എടുക്കാം. പക്ഷെ എന്നാലും നമ്മളെ ചത്തില്ലേ, കഷ്ടായില്ലേ. സാരില്ല, നമുക്കെന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോണ്ട, നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. മോളിലേക്കൊക്കെ പോയി നോക്കാം. നല്ല വില്ലേജറല്ലോ, ഇവിടെ ഒന്നുമില്ല. എന്തിട്ട് ചെയ്യണ്ട നീ? എല്ലാ വില്ലേജസിനും വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടച്ചിടാൻ പറ്റും നോക്കാം. കാരണം ഇവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡർ ഫാമോ അയൺ ഫാമോ അങ്ങനെ ഉപയോഗിക്കാം, ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ഇവിടെ സ്റ്റോൺ കട്ടറാണ്, അടച്ചിടാം. ഓക്കെ, ആരും വീട്ടിൽ കയറിയില്ലല്ലോ, സാരില്ല. പിന്നെ അത് അവിടെ ഒരു സ്റ്റോണിൻ്റെ പോലത്തെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്, അവിടേക്ക് പോയി. അതെ, കോപ്പർ ഇപ്പം അത്യാവശ്യമായിട്ട് വേണം. കോപ്പർ യൂസ്ഫുള്ളാണ് ഇപ്പം ഈ ഒരു എഡിഷനിൽ. ആദ്യം കോപ്പർ യൂസ്ലെസ് ആയിരുന്നു, വലിയ ഗുണമില്ല. ഇപ്പം നമുക്ക് ആർമർ ഉണ്ടാക്കാം, നമുക്ക് ടൂൾസും ഉണ്ടാക്കാം. വേഗം പോ. നമുക്ക് ഞാൻ അവിടെ ആ ബയോമിൽ കുറച്ച് കാണും കോപ്പർ. അപ്പോൾ നമുക്കൊരു അരസ്റ്റാക്ക് എങ്ങാനും വേണം. ജസ്റ്റ് നമുക്ക് ഈ ഗ്രാവൽ എടുക്കാം. ഫ്ലിൻറ്റ് കിട്ടുന്നുണ്ട് അല്ലേ, കുറച്ച് ഗ്രാവൽ നമുക്ക് പിന്നീട് യൂസ്ഫുള്ളാവും. ഇതൊക്കെ ഇപ്പം യൂസ് ഇല്ലെങ്കിലും നമുക്ക് പിന്നെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. എനിക്കിതിന് വേണം, ഞാനിത് ഇങ്ങോട്ട് എടുക്കുക. കിട്ടി. ഇത് വേറെ ഐലൻഡാ, അതിലേക്ക് പോകണം. സ്റ്റോൺ ഐലൻഡിലേക്ക് പോവാം. എന്താ അടിയിൽ മാഗ്മ ബ്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പോയി വരും. ചാടി കഴിഞ്ഞ് ഇത് നമ്മളെ മുകളിലേക്ക് വലിക്കും. മുകളിലേക്കല്ല, അടിയിലേക്ക് വലിക്കും. അപ്പോൾ നമ്മൾ ട്രാപ്പായി പോകും. അതേ ടർട്ടിൽ കാണാണ്ട്. നേരെ പോവാ, നേരെ മുകളിലേക്കെത്തി. അതേ കോള് കുറച്ച് കോള് മൈൻ ചെയ്യാം. കോൾ ഓക്കെ, കോള് കിട്ടി. ഓക്കെ, ഇനി കോപ്പർ കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഫുൾ ആർമറായ ഒരു ചെറിയൊരു ബേസ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് സെറ്റ് ചെയ്യണം. അതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കോപ്പർ കിട്ടി. അവിടെ ഒന്നും കാണാനില്ല. നമുക്ക് നേരെ വില്ലേജിലേക്ക് വിടാം. നമുക്കൊന്ന് ഡൈവ് ചെയ്ത് നോക്കിയാലോ. ഡൈവ് കണ്ട, പോട്ടെ. ഓക്കെ, വില്ലേജിലേക്ക് എത്തി. അങ്ങനെ ഓക്കെ, ഇനി നമുക്ക് നേരെ വില്ലേജിൽ കയറാം. നമ്മുടെ പെട്ട് എൻ്റെ വില്ലേജ് അവിടെ
ഹൗസ് ഇവിടെ 150 ട്രേഡ് 22 ക്യാരറ്റിന് 100 ക്യാരറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലോ, അതൊന്ന് നോക്കട്ടെ. ക്യാരറ്റ് വരെ ചിലപ്പോൾ നട്ടുണ്ടാവും, അത് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഇതൊന്നൊരു ഓക്കെ ക്യാരറ്റ് മുഴുവൻ എടുക്കാം. കാരണം ക്യാരറ്റ് നമുക്ക് ഫുഡ് റിസോഴ്സായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് നല്ല റേറ്റാണ്. നമ്മളിവിടെ തന്നെയല്ല ബേസ് ഉണ്ടാക്കണേ, ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ബേസ് മാത്രം ഇവിടെ ഉണ്ടാക്കും ഈ വില്ലേജിൽ. ഓക്കെ, എൻ്റെ വില്ലേജ് ഇവിടെ അല്ലല്ലോ. അയ്യോ, ഈ തന്നെ ആ സൈഡ് പോയ വില്ലേജ് എന്താ അറിയാം. ഓക്കെ, കിട്ടി. ഓക്കെ, ഇനി കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. നമുക്ക് കോപ്പർ ഉരുക്കാടാം. കോപ്പർ ഉരുക്കാരണം. ഗ്രാവല് ഫ്ലിൻ്റ് 6 കിട്ടിയില്ല, ലക്കുണ്ട്. അയ്യേ, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കാം. ഇതുകൊണ്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. ക്യാരറ്റല്ല, കോപ്പർ. കോപ്പർ നമുക്ക് ഇങ്ങോട്ടാക്കാം. ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർമർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കണ്ടത് അയ്യോ അടുത്ത ക്രീപ്പർ. അതിന് ഞാൻ കൊന്നിരിക്കുന്നു, കാണിച്ചല്ല. കൊന്നില്ലെങ്കിൽ എൻ്റെ പേര് നിരഞ്ജനല്ല. ഐ ഡിഡ് ഇറ്റ്. നേരെ വീട്ടിൽ പോവാം. കുറച്ച് ലോഗ് കിട്ടാം. ഇവരുടെ വീട്ടിൻ്റെ ബാക്കിൽ നിന്ന് ലോഗ് കുറച്ച് കിട്ടാം. ലോഗ് ഇവിടെ അടുത്തൊന്നൊരു മരമില്ല, അങ്ങോട്ട് പോകണം. പിന്നെ മടിയാണ് ഗൈസ്. ഓക്കെ, ലോഗ് ഇവിടുത്തെ കിട്ടി. ക്ഷമിക്കണേ, വില്ലേജേഴ്സ് വിചാരിക്കണോ ഈ മണ്ടനെൻ്റെ വട്ടാണോ. നേരെ നമ്മുടെ മൈനിങ് ഇത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയും പൊട്ടിക്കാം കുറച്ച്. ബാക്കിലല്ല ഗൈസ്, സീനില്ല. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ കയറാം. ഓക്കെ, രാത്രിയാ, സൺസെറ്റ്. ഇയാൾ കിടക്കണോ? എൻ്റെ പെട്ടത് എനിക്ക് പോടോ. കിടന്നോട്ടെ. നമുക്ക് ഇവിടെ ഒരു ഇത് സെറ്റ് ചെയ്യണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബേസ് സ്റ്റാർട്ടർ ബേസ് അടിയിലേക്ക് വിളിച്ച് അത് സെറ്റ് ചെയ്യാം. ഷീൽഡ് ഉണ്ടാക്കണം. അയ്യോ, അത് പ്ലാങ്ക് കിട്ടെ. ഓക്കെ, പ്ലാങ്ക് ഫുള്ളാക്കി. ഒരു ചക്കായി. ഓക്കെ, ഇനി നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണമല്ലോ. ട്രാപ്പ് ഡോറ്, മറ്റേ ബേസിന് വേണ്ടിയിട്ട് ട്രാപ്പ് ഡോറ്. ഇനിയിപ്പോൾ ലാഡർ വേണം. ഷീൽഡ് ഒരെണ്ണം ഉണ്ടാക്കുക. ഓക്കെ, എന്നിട്ട് സ്റ്റിക്ക്. നമുക്ക് കുറച്ച് ലാഡർ ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയുള്ള സ്റ്റിക്ക് എടുത്തു. ഇവിടെ ലാഡർ കിട്ടി. ലാഡർ എടുക്കാൻ നമുക്കിനി ലാഡർ എടുത്ത് നമുക്ക് അടിയിലേക്ക് പോവാം. ഷീൽഡ് കിട്ടി. നേരെ അടിയിലേക്ക് ഒഴിച്ചു പോവാം. ലാഡർ കിട്ടാതെ പിക്കാക്സ് ഇത് മതി. നമുക്കിവിടെ ഒരു ടോർച്ച് വയ്ക്കാം. സെറ്റ്. നമുക്കിവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. കുറച്ചൊരു ചെറിയ പീസ്. ഓക്കെ, ഇവിടെ ചെസ്റ്റ് വയ്ക്കും. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെസ്റ്റ് ഉണ്ടാക്കി വയ്ക്കണമെന്നുള്ളൂ. ഇനി നമുക്കൊരു എപ്പിസോഡിൽ ഇതുണ്ടാക്കാം, ബേസ് ഉണ്ടാക്കാം. വലിയ വെള്ളം ഓക്കെ,
ഇത് അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, കുറച്ചങ്ങോട്ട് കയറിയിട്ട്. അയ്യോ ലാഡർ, അയ്യോ അവിടെ ഒന്നും കാണാല്ലേ. ലാഡർ, ഒരു കുഴപ്പമുണ്ടല്ലോ, ലാഡർ തെറ്റി വെച്ചു, സാരില്ല. കിട്ടി. ഓക്കെ സെറ്റ്. മുകളിൽ കയറി വെക്കാം. സെറ്റായി, ലാഡർ സെറ്റായി. നമുക്ക് ആ ബ്ലോക്കൊന്ന് പൊട്ടിച്ച് അവിടുത്തെ ഇതൊന്ന് റെഡിയാക്കാം. അവിടെ ഒരു ഡേട്ട് വെച്ചോ, വെക്ക്. ഇവിടെ ഒരെണ്ണം വയ്ക്കണം. വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ. ഇവിടെ ഇങ്ങനെയാണ്. ഇത് ബ്ലോക്ക് ചെയ്ത് നമുക്ക് ബ്രേക്ക് പൊട്ടിച്ച് വെക്കാം. ഓക്കെ, ഇപ്പം റെഡി. അപ്പോൾ ഇവിടെ നമ്മുടെ പേജ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഐറ്റം വേണമെന്ന് വെക്കാം. ഫുഡ് തന്നിട്ടെ, ഫുഡ്. ഓക്കെ, ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിൽ വുഡുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. നമ്മുടെ ഉറങ്ങണം നമുക്ക്. ഇനി നമുക്ക് ഇവിടുത്തെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ എന്തിനാ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കണം. എന്തായാലും ഒന്നല്ലേ ചെസ്റ്റ് ഉണ്ടാക്കണം. 4 ചെസ്റ്റൊക്കെ മതി. 3 അല്ല 4. ഇനി നമുക്ക് ഇതൊന്ന് ഫർണൈസ് പൊട്ടിച്ചെടുക്കണം. ഇതും പൊട്ടിച്ചെടുക്കുക, ഫർണൈസും പൊട്ടിച്ചെടുക്കുക. ഓക്കെ, കോപ്പറിങ് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ ആർമറായിട്ട് ഈ വീഡിയോ അതിൻ്റെ പോയി. ഓക്കെ, ഫർണൈസ് ഇടാ. അവിടെ ഇരിക്കടാ. ഇല്ല, ഫർണൈസ്. ഓക്കെ, ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ. ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓക്കെ, നമ്മുടെ ആർമർ സെറ്റാക്കണമല്ലോ. ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കത് തിരിച്ചിടാം. നോക്കിക്കോ. ഓക്കെ, ഇനി ആ ചെസ്റ്റ് പ്ലേസ് ചെയ്യണം. ചെസ്റ്റ് നമ്മളെ കാണിച്ചു തരാം. നമ്മുടെ ആർമർ ഇട്ടിട്ട് കാണിച്ചു തരാം. ആർമർ ഇട്ടിട്ട് നമ്മൾ ലുക്ക് നോക്കിക്കോ. ഇവിടെ അയ്യോ അതാക്കാം. ഒരു മിനിറ്റ് ലാസ്റ്റ് ആക്കാം. അത് നമുക്ക് ചെസ്റ്റ് പ്ലേസ് ചെയ്യാം. അപ്പുറത്തെ എന്താണ് കട്ടാവ്. ഓക്കെ, അതെടുക്കാം. നമുക്ക് ഇവിടെ ആക്കാം. കഴിഞ്ഞു. അടുത്ത ഇവിടെയും വെച്ച്. ഓക്കെ, വന്നില്ലേ ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കാം. ഓക്കെ, ക്യാരറ്റൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഫാം ചെയ്യണം. ഓക്കെ, ഇത് ട്രാപ്പ് ഡോർ മുകളിൽ കൊണ്ട് വയ്ക്കാം. ആവശ്യമില്ലാത്ത ലൈറ്റും വെച്ചു. ഇനി നമുക്ക് മുകളിൽ പോയി ട്രാപ്പ് ഡോർ വയ്ക്കാം. ഓട്ടെ, ഇനി പോവാം. ഓട്ടെ, ഞാൻ എന്താടേ ആവില്ലല്ലോ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നോക്കട്ടെ. എന്താ സാരില്ല. ഇപ്പോൾ ട്രാപ്പ് ഡോർ എന്തായാലും കളയാം. വില്ലേജർ വീഴുന്ന പേടി ട്രാപ്പ് ഡോർ ഇടാണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്.